ഫാദർ ജിജി തോംസൺ, കേൾക്കുന്നില്ലേ ഇതൊക്കെ? മണിപ്പൂരിൽ നാം കണ്ടതാണ്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം ഇപ്പോൾ ശ്രീ ശ്യാംകുമാർ പറഞ്ഞത്, അങ്ങനെ അനുഭവങ്ങളിൽ നിരവധിയുണ്ട്. ഈ ഇരിക്കുന്ന PJ അടക്കമുള്ളവർ ഇത്തരത്തിൽ RSSൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമായവരാണ്, ജീവിക്കുന്ന രക്തസാക്ഷിത്വം പേർന്നവരാണ്. പിന്നെ രക്തസാക്ഷി ഇങ്ങനെ മതേതരത്വം ഇടതുപക്ഷമൊക്കെ ഹൃദയം കൊടുത്ത് നേടിയെടുത്ത ഈ സമാധാന അന്തരീക്ഷത്തെ വീണ്ടും അസ്വസ്ഥപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോഴും കാസ പോലെയുള്ള ചിലർ അതിന് കൂട്ടുനിൽക്കുന്നതും അവരെ അരമനയിൽ വിളിക്കുന്നതുമൊക്കെ നാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ശ്രീ ഫാദർ. അംഷാദ്, ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ സഭയിലുള്ളതായ എല്ലാ സഭയിലെയും ബിഷപ്പുമാരെയും അതുപോലെ തന്നെ എല്ലാ പാസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം ഒരു വിരുന്ന് കൊടുത്തു. വിരുന്ന് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും ഇവിടെ എന്താ ഉണ്ടായത്? ക്രിസ്മസ് ആഘോഷം വേണ്ട എന്ന് പറയുന്നതായ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു സൈഡിൽ ഇവർ ഞങ്ങളെ പൊക്കിക്കൊണ്ടുവരികയും മറു സൈഡിൽ ഞങ്ങളെ താഴെ ഇടുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഉത്തരേന്ത്യൻ മോഡലുമായി ഒരു വിലക്കായി RSS മാനേജ്മെൻറ്റ് മാറുകയാണെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും? അത് വളരെയധികം ചിന്തിക്കേണ്ടതായ വിഷയങ്ങളാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ ശംകർ പറഞ്ഞതുപോലെ ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റെയിൻ മുതൽ ഇങ്ങോട്ട് കാണപ്പെടുന്നതായ പീഡനം വളരെയധികം വലിയതാണ്. അതായത് ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും അധികം പങ്കുവഹിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. തീർച്ചയായും. അപ്പോൾ ആ മേഖലകളെ തരം തിരിച്ച് മാറ്റുവാനായിട്ട് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്, ഇവർക്ക് തുണി കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്, ഇവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. എന്നിട്ടും നമ്മളെ തള്ളിക്കളയുന്നതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ പള്ളികളോട് ചേർന്ന് കൂടങ്ങൾ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് പള്ളിക്കൂടമായത്. അപ്പോൾ ആ പള്ളിക്കൂടത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായ മേഖലകളാണ് ക്രിസ്ത്യൻ മേഖലകൾ. അപ്പോൾ മത തീവ്ര ശക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഇന്ന് എന്താണ് ഈ RSS അജണ്ട എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് കാണുന്നതായ അവരുടെ 100ാം വർഷം കഴിയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് ഒരു അപ്രമാദിത്വം കിട്ടത്തക്ക രീതിയിൽ അവർ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമുക്ക് വളരെയധികം ശക്തമായി എതിർക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അംഷാദ് പറഞ്ഞതുപോലെ ഈ കാസ എന്ന് പറയുന്നതായ സംഘടനകളൊക്കെ ക്രിസ്ത്യൻ ഉയർച്ചയ്ക്ക് വേണ്ടി അല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ പ്രവർത്തിക്കുന്നത് മറ്റുള്ള മേഖലകളിലുള്ളവരെ വളർത്തിക്കൊണ്ട് വരുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വരുന്നതായ മേഖലകളെ എതിർക്കപ്പെടേണ്ടതായ ഒരു കാലഘട്ടം ഇന്ന് വന്നിരിക്കുക. അതിന് പ്രത്യേകമായ ഒരു ഉദാഹരണമുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ളതായ കുമ്പനാട് ഫെലോഷിപ്പിൽ എനിക്ക് തോന്നുന്നു 1996-98 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു. അവിടെ കൺവെൻഷൻ നടത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് RSS പ്രവർത്തകർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ പല മേഖലകളിലും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഇതിനൊക്കെയും സപ്പോർട്ട് തരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഒരു വേർതിരിവിൻ്റെ വിത്തുകൾ ഇവർ വിതറുകയാണ്. ജനങ്ങൾ തമ്മിലുള്ളതായ ആ ഒരു സ്നേഹബന്ധത്തെ അവർ തച്ചുടയ്ക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ തച്ചുടയ്ക്കുന്നതായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അനേക വ്യക്തിത്വങ്ങളും അനേക രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബലമാണ്. ബഹുമാനപ്പെട്ട നിജേഷ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ ബഹുമാനപ്പെട്ട കന്യാസ്ത്രീമാരെ ആക്രമിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ആ മേഖലകളിലുള്ള പാസ്റ്റേഴ്സിനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് കൂടി ഇവിടെ ഒന്ന് വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഈ കൊച്ചു കേരളത്തിൽ ഛത്തീസ്ഗഡിൽ നടന്നതായ പ്രവർത്തനത്തിന് എതിരായി ഈ കൊച്ചു കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ മേഖലകളിലും അവർ സമരം നടത്തി അതിനെ എടുത്തു കാണിച്ച് വേണ്ടുന്നതായ സപ്പോർട്ടുകൾ കൊടുത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ 1998 ഛത്തീസ്ഗഡിൽ നിന്ന് ബിലായിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബിലായിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ സെൻട്രലിൽ നിന്ന് കൊടും തണുപ്പത്ത് പാവപ്പെട്ടതായ ജനങ്ങൾക്ക് കമ്പിളി വസ്ത്രങ്ങൾ കൊടുത്തപ്പോൾ പുറം വഴി അടിച്ച് ഞങ്ങളെ ഓടിച്ചതായ ബജ്റംഗ്ദൾ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ കൂടെ വന്നത് ബിലായിലെ ചേരി പ്രദേശങ്ങളിൽ കിടക്കുന്ന ഗ്രാമങ്ങളിൽ കിടക്കുന്നതായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ആഘോഷങ്ങൾ കൂടി വരുമ്പോൾ അതിനെ എതിർക്കുന്നത് എത്രമാത്രം നീചമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ആൾക്കൂട്ട കൊല നടന്നു. ഇതിന് പിന്നിൽ ആരാണ്? പാവപ്പെട്ട ജനങ്ങൾ. അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. അവരുടെ ഉപജീവനത്തിന് വേണ്ടി ഇവിടെ വന്ന് അവർക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ മറുവിഭാഗത്ത് അവരെ എതിർക്കുന്നതായ ഒരു ശക്തിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ഈ വളർത്തിക്കൊണ്ടുവരുന്നതായ ശക്തികളെ നമ്മൾ എതിർത്തി പറ്റുകയുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ അവർ വളർന്നു വന്നാൽ ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും വളർന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഓരോ ആഘോഷത്തിൻ്റെയും ഇടയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് കുട്ടികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു വിഷവിത്ത് വിതറിക്കൊടുക്കുന്നത്? ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവരെത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ വീടുകളിൽ നിന്നും 60 രൂപ സ്കൂളിൽ കൊണ്ടു കൊടുത്ത് അവരൊരു ആഘോഷമായി മാറ്റുമ്പോൾ മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളും തോളോട് തോൾ ചേർന്നിരുന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് എത്രമാത്രം ആപൽക്കരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അത് വളർന്നു വരും തോറും നമ്മളുടെ കൊച്ചു കേരളത്തിൽ ഒരു വർഗീയ വിഷം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ കൂട്ടുകാരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ആഹാരമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും, വിശുദ്ധ വചനം പറയുന്നത് അത് തന്നെയാണ്. പാവപ്പെട്ടവരോട് കരുണ കാണിക്കാനും ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാനും അതുപോലെ തന്നെ വിശന്നു വലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നതും ഇതാകുന്നു യഥാർത്ഥമായ സുവിശേഷം. ആ സുവിശേഷമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ആരെയും മതം മാറ്റാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് ഞങ്ങളോ മാറുന്നില്ല. പാവപ്പെട്ടവർക്ക്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാനും ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കാനും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ തങ്ങളോട് ചേർത്ത് നിർത്തുവാൻ, അതാണ് മദർ തെരേസ കാണിച്ചത്. മദർ തെരേസ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കൽക്കട്ടയുടെ തെരുവീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ മഠം അടക്കം ചെയ്യുന്നത് ശ്രീ നിജേഷ് അരവിന്ദ്. അതെ, പക്ഷേ അത് കാണിക്കുന്നില്ല സാറേ അവിടെ. പക്ഷെ അത് ആ മാതൃക ഇവരിവിടെ കാണിക്കുന്നില്ല. അതാണ് വ്യക്തമാണ്. അതാണ് ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടാകുന്നതായ ഈ RSS പ്രവർത്തകർ ഉണ്ടാക്കുന്നതായ വിരുദ്ധം ഇതാണ്. അതെ, തീർച്ചയായും.